നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പേഷ്യന്റ് മെഡിസിനോട് റിയാക്ട് ചെയ്തു തുടങ്ങി. ഇറ്റ്സ് എ ഗുഡ് സൈൻ. അപ്പോ അച്ഛന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ ഡോക്ടർ? നീ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞിട്ടും അച്ഛൻ നിന്നെ ബുദ്ധിമുട്ടിച്ചു. നീ അച്ഛനോട് ക്ഷമിക്കുമോനെ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ കണ്ടതിന്റെ ആഘാതം മാറാൻ ഒരുപാട് സമയമെടുക്കും. കാണാൻ പാടില്ലാത്ത ആ ദുസ്വപ്നം അച്ഛന്റെ മനസ്സിനെ വല്ലാതെ നോവിച്ചു മോനെ. ബോംബൊക്കോ വർമ്മ സാറിന്റെ അരികിൽ മോൻ വേണം. അച്ഛൻ ഞാൻ ഒക്കെ മോനെ, അച്ഛൻ ഓക്കെയാ. നീ ചെല്ല്, നീ ആശുപത്രിയിലേക്ക് ചെല്ല്. അച്ഛൻ പറയുന്നത് അനുസരിക്കേ. ശരി അച്ഛാ. അമ്മേ. ചേട്ടാ, ഇവിടെ നടന്നുവെന്നും രാജുവിനോട് പറയരുത്. അവനിതറിഞ്ഞ ഒരുപാട് വിഷമിക്കും. ഞാനിവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ഇനി ഇവളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. അച്ഛ, രാജുവിനോട് ഇത് പറയണ്ട അച്ഛ. ശ്രീ, നീ പറ അച്ഛനോട്. അച്ഛ, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അമ്മ അറിഞ്ഞ് താക്കീത് തന്നതിൽ പിന്നെ ഞാനായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛ. ഇപ്പൊ ഹരീഷ് വന്നത് എന്നെ വിളിച്ചിറക്കി കൊണ്ടുപോകാനോ? അപ്പോഴും ഞാൻ അവന്റെ മുഖത്ത് അടിക്കുക ചെയ്തത്. ഇനി ഞാൻ ഹരീഷിനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ല അച്ഛ. വാക്ക് ഏട്ടനോട് പറയില്ല അച്ഛ. അവസാനമായിട്ട് എല്ലാരോടും കൂടി ഞാൻ പറയാ, സ്വന്തമായെന്ന് പറയാൻ ആത്മാഭിമാനം മാത്രമേ ഈ കുടുംബത്തിനുള്ളൂ. അത് കളഞ്ഞൊഴിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. കേട്ടല്ലോ, നടന്നു പോയിക്കല്ലേ എന്റെ മുമ്പ് ഇത്. രാജു, ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? സ്പെഷ്യലിസ്റ്റ് എത്തി ചികിത്സ തുടങ്ങിയിട്ടുണ്ട്. രാജു, ക്ഷേത്രത്തിൽ നിന്ന് നടത്തിയ പൂജയുടെ പ്രസാദം എനിക്ക് അച്ഛനെ തൊടിയിക്കണം. അവര് സമ്മതിക്കോ? അതിലെന്താ മേഡം, മേഡം ചെല്ലേ. ഡോക്ടർ, എനിക്ക് ഈ പ്രസാദം അച്ഛന്റെ നെറുകയിൽ തൊടിയിക്കണം. അതിനെന്താ, ചെയ്തോളൂ. താങ്ക് യു ഡോക്ടർ. അച്ഛ, നീ പ്രാർത്ഥിച്ചിട്ടുണ്ട് അച്ഛന് വേഗം സുഖാവും. ഡോക്ടർ, അച്ഛൻ കൈയനക്കുന്നു, നോക്കേ. ഗുഡ്. പേഷ്യന്റ് മെഡിസിനോട് റിയാക്ട് ചെയ്തു തുടങ്ങി. ഇറ്റ്സ് എ ഗുഡ് സൈൻ. അപ്പോ അച്ഛന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ ഡോക്ടർ? മെഡിസിൻ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. വർമ്മ സാർ മരുന്നിനോട് പ്രതികരിച്ചു തുടങ്ങിയ സ്ഥിതിക്ക് ഇനി അല്പസമയത്തിന് ശേഷം അദ്ദേഹം കണ്ണു തുറന്നേക്കാം. ഐ തിങ്ക്
ഹീസ് ഔട്ട് ഓഫ് ഡേഞ്ചർ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. എങ്കിൽ ഇനി നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യൂ. ശരി ഡോക്ടർ. രാജു, രാജു, അച്ഛന് കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അച്ഛൻ വേഗം കണ്ണു തുറക്കുമെന്ന്. ആണോ? ഋതിക ഇനി അല്പനേരം റെസ്റ്റ് ചെയ്യും. രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നതല്ലേ? അതെ, ഋതിക റെസ്റ്റ് എടുക്ക്. എന്തായാലും അമ്മാവന് സുഖമായില്ലേ? രാജു, വൈകിട്ട് വീട്ടിൽ വന്നപ്പോ അച്ഛന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അച്ഛനെന്താ സുഖമില്ലാതായതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് അല്ലെന്ന് ആദ്യമേ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. പൂർണ്ണ ആരോഗ്യവാനായ വർമ്മ സാറിന്റെ ലങ്സിന് എങ്ങനെ വളരെ പെട്ടെന്നൊരു ക്രിട്ടിക്കൽ കണ്ടീഷൻ ഉണ്ടായി? എക്സ്ക്യൂസ് മീ. വർമ്മ സാറിന്റെ ലങ്സിലേക്ക് വിഷവായു കടന്നതാണ് ലങ്സിന്റെ പ്രവർത്തനത്തെ ബാധിച്ചത്. എന്ത് വിഷമാണെന്ന് കൺഫേം ആയിട്ടില്ല. നിങ്ങൾക്ക് തോന്നുന്നു? വീട്ടിൽ ഉപയോഗിക്കുന്ന പഴയ AC-യിൽ നിന്നോ മറ്റോ? ഏയ്, അതിനൊരു ചാൻസും ഇല്ല. എന്നാലും എങ്ങനെയായിരിക്കും? വർമ്മ സാർ ഉപയോഗിക്കുന്ന ഇൻഹേലറിൽ നിന്നും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഇൻഹേലർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ലങ്സിന് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് രാജു. അത് ശരിയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ഇൻഹേലർ ഇവിടെ എത്തിക്കൂ. നമുക്ക് ആ ഇൻഹേലർ ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യാം. ശരി ഡോക്ടർ. വീട്ടിലിപ്പോ ആരാ ഉള്ളത് ഋതിക മാഡം? വീട്ടില് അമ്മായിയും ദിവ്യേ ഉള്ളൂ. ചെറിയമ്മയും ചെറിയച്ഛനും അപ്പവും ഫംഗ്ഷന് പോയിരിക്കല്ലേ. അവര് തിരികെ എത്തി കാണോ? അത് ഞാൻ പോയി എടുത്തോണ്ട് വരാം. അയ്യോ, അത് വേണ്ട. ശേഖർ സാറിനെ ഞാൻ വിളിച്ചോളാം. ഇൻഹേലർ ശേഖർ സാർ കൊണ്ടുവന്നോളൂ. ദീപക് എന്തിനാ ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടുന്നത്? അതെ, എത്രയും വേഗം ഇൻഹേലർ വീട്ടിൽ നിന്ന് മാറ്റണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.